Hi all, welcome back to another video. We began the story How Far is the River in the last class. Who is the author? Yes, Ruskin Bond. Now you know that the boy in the story wants to see the river beyond the mountain. He always dreams to go there. And one day, when his mother and father had gone to visit the relatives for the entire day, he decided to go there and see the river. He set out and met a woodcutter first, and the woodcutter didn't encourage the boy to go to the river. But the boy continued his journey, and let's learn the rest part of the story right now. Okay, start. Soon the boy was in the valley, and the path straightened out and rose. He met a girl who was coming from the opposite direction. She held a long curved knife with which she had been cutting grass. The bangle she wore made music when she moved her hands, and it was as though the hands spoke a language of their own. Soon after, saw the woodcutter and say bye to him. He met another പേഴ്സൺ ആരെ കാണുകയാണ് വുഡ്കട്ടറിനെ കണ്ടതിന് ശേഷം നമ്മുടെ ബോയ് വേറൊരാളെ കാണുന്നു. എവിടെയാ? ദ ബോയ് വാസ് ഇൻ ദ വാലി. ദ ബോയ് റീച്ച്ഡ് ഇൻ എ വാലി. ആ ബോയ് ഒരു വാലിയിൽ, ഒരു താഴ്വരയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ദി പാത്ത് സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്. ദ വിൻഡിങ് പാത്ത് ടേൺഡ് ഇൻ ടു സ്ട്രെയിറ്റൻ. ആ ഒരു വളഞ്ഞു പൊളഞ്ഞ വഴി ഇപ്പം എന്തായിട്ടുണ്ട്? സ്ട്രെയിറ്റൻഡ് ഔട്ട്, നേരെ ആയിട്ടുണ്ട്. സ്ട്രെയിറ്റൻഡ് ഔട്ട് ആൻഡ് റോസ്, നേരെയുള്ളതും കുത്തനെയുള്ള വഴിയായിട്ടത് മാറി. And he met a girl who was coming from the opposite direction. When the boy is walking straight, he met a girl who was coming from the opposite direction. ഇവനിങ്ങനെ നേരെ പോകുന്ന സമയത്ത് തൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു പെൺകുട്ടി നടന്നു വരുന്നത് ഇവൻ കാണുകയാണ്. She held a long curved knife with which she had been cutting grass. And when the boy saw the girl, she was holding എ കേർവ്ഡ് നൈഫ്. അവളുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു ആ സമയത്ത്? ഒരു കേർവ്ഡ് നൈഫ്, വളഞ്ഞ കത്തി എന്ന് വെച്ചാൽ അരിവാൾ പോലത്തെ ഒരു കത്തി അവളുടെ കയ്യിലുണ്ടായിരുന്നു. നൈഫ് എന്ന് പറഞ്ഞാൽ കത്തി. വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ആൻഡ് ബൈ യൂസിങ് ദാറ്റ് കേർവ്ഡ് നൈഫ് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് അവൾ എന്ത് ചെയ്യായിരുന്നു? ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവൾ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. The bangle she wore made music when she moved her hands. So she wore bangles in her hands. അവളുടെ കൈകളിൽ എന്തിട്ടിട്ടുണ്ട്? അവൾ ബാങ്കിൾസ്, വളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ബാങ്കിൾ ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്. ഈ പുല്ലരിയുന്ന സമയത്ത് കൈ ഇങ്ങനെ ഇളക്കുമ്പോൾ അവളുടെ ആ കൈകളിലെ വളകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. And it was as though the hands spoke a language of their own. And the boy felt it's like a language of the hands. അത് അവളുടെ കൈകളുടെ ഭാഷയാണ്. അവളുടെ കൈകൾ എന്തോ സംസാരിക്കുന്ന പോലെയാണ് ആർക്ക് തോന്നിയത്? നമ്മുടെ ബോയ്ക്ക് തോന്നിയത്. ദ സൗണ്ട് പ്രൊഡ്യൂസിങ് ബൈ ദി ബാങ്കിൾസ് ആസ് ദോ ദി ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. ആ കൈകളുടെ സംസാരം പോലെയാണ് ബോയ്ക്ക് ഇത് തോന്നിയത്. How far is it to the river? Asked the boy. Just like the boy asked it to the woodcutter, again the boy asked, how far is it to the river to the girl? ഈ ഗേളിനോടും എന്ത് ചോദിക്കുകയാണ്? എത്ര ദൂരമുണ്ട് നമ്മുടെ പുഴയിലേക്ക് എന്ന് ചോദിക്കുകയാണ്. How far is it to the river? Asked the boy. The girl had obviously never been to the river, or she may have been thinking of another one, because she said 20 miles without any hesitation. Obviously means surely, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. Hesitation means സംശയം, doubt. So the girl had obviously never been to the river. The girl had never been, surely never been to the river. ഒന്നുകിൽ എന്ത് ചെയ്തിട്ടില്ല? നമ്മുടെ ഈ പെൺകുട്ടി ആ ഒരു റിവറിൻ്റെ അടുത്ത് ഇന്നേ വരെ പോയിട്ടില്ല. അല്ലെങ്കിലോ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. ഒന്നുകിൽ അവൾ വേറെ ഏതോ ഒരു പുഴയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം എന്ത് ചെയ്യായിരുന്നു? മേ ഹാവ് ബീൻ തിങ്കിങ്, ആലോചിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം ബിക്കോസ് ഷീ സെഡ് 20 miles without any hesitation. ഒരു സംശയം കൂടാതെ ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദി റിവർ എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി മറുപടി പറഞ്ഞത് എന്താ? 20 miles. കുറച്ചും കൂടി വുഡ് പറഞ്ഞതിനേക്കാളും ദൂരം കുറച്ചും കൂടി കൂടുതലായിട്ടാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഈ ഗേള്
പറഞ്ഞത്. ബിക്കോസ് ഷീ സെഡ് 20 miles വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ, വിത്തൗട്ട് എനി ഡൗട്ട്. ഒരു സംശയമില്ലാതെ പറയുകയാണ്, ഒരു 20 miles ഒക്കെ പോകാനുണ്ട് എന്ന് ബോയിനോട് പറഞ്ഞു. അപ്പോഴാണ് ബോയ്ക്ക് മനസ്സിലായത്, ഒന്നെങ്കിൽ ഇവൾ എന്ത് ചെയ്തിട്ടില്ല, ഇന്നേ വരെ ആ പുഴ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവൾ വേറെ എന്തിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് പറയാനുള്ള കാരണം. The boy laughed and ran down the path. After hearing 20 miles, the boy laughed. ഏകദേശം 20 മൈൽ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ട സമയത്ത്, ഇത്രയും ദൂരം ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ട സമയത്ത് ദ ബോയ് ലാഫ്ഡ്. നമ്മുടെ ബോയ്ക്ക് എന്താ തോന്നിയത്? ചിരിക്കാനാണ് തോന്നിയത്. കാരണം അത്രയ്ക്കൊന്നും ഇല്ലയെന്ന് ആർക്കറിയാം? ബോയ്ക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഹി റാൻ ഡൗൺ ദി പാത്ത്സ്. എന്നിട്ട് നേരെ താഴേക്ക് ഓടിപ്പോയി. പാത്ത് എന്ന് പറഞ്ഞാൽ വഴി. A parrot suddenly screeched, flew low over his head, a flash of red and green. ഒരു റെഡും ഗ്രീനും കളറിലുള്ള ഒരു പാരറ്റ് തത്ത എന്ത് ചെയ്തു? സഡൻലി സ്ക്രീച്ച്ഡ് മീൻസ് ആ ഒരു ചിലയ്ക്കുന്ന ശബ്ദം ഉണ്ടാക്കുക, അതാണ് സ്ക്രീച്ചിങ് സൗണ്ട്. സഡൻലി സ്ക്രീച്ച്ഡ് ആൻഡ് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. അവൻ്റെ തലയ്ക്ക് തൊട്ടു മുകളിലൂടെ ഒരു തത്ത എന്ത് ചെയ്തു? പാറി പോയി. The bird disappeared amongst the trees and suddenly the parrot disappeared. Disappeared means അപ്രത്യക്ഷമായി. The bird disappeared amongst the trees. ആ മരങ്ങളുടെ ഇടയിൽ എവിടെയോ പക്ഷി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. A trickle of water came from the hillside and the boy stopped to drink. The water was cold and sharp but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill and the dusty path became hotter. The stone scorching the boy's feet, he was sure he had gone halfway. He had walked for over an hour. A trickle of water came from the hillside. Trickle means a small flow. ചെറിയ രീതിയിൽ ഒഴുകുന്ന, ചെറിയ നീർച്ചാൽ എന്നൊക്കെ പറയില്ലേ. A trickle of water came from the hillside. ആ കുന്നിൻ്റെ ഒരു സൈഡിലൂടെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നുണ്ട്. And the boy stopped to drink. And our boy stopped there to drink some water. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മുടെ ബോയ് ആ ഓട്ടം അവസാനിപ്പിച്ച് അവിടെ നിന്നു. The water was cold and sharp. ആ വെള്ളം എന്തായിരുന്നു? ക്ലീൻ ആൻഡ് വെരി കോൾഡ്. നല്ല തണുത്തുറഞ്ഞ വെള്ളമായിരുന്നു ആ ഒരു വെള്ളം. ബട്ട് വെരി റിഫ്രഷിങ്. എന്നാലോ നല്ല ഉന്മേഷം തരുന്ന വെള്ളം, നല്ല ശുദ്ധമായ ജലമാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ വയനാടൊക്കെ പോവുകയാണെങ്കിൽ വയനാട് ചുരത്തിലേക്ക് കയറി പോകുന്ന പല സ്ഥലത്തും നമുക്കിത് കാണാൻ പറ്റും. ആ വെള്ളം തൊട്ട് നോക്കിയാൽ എന്താ നല്ല തണുപ്പായിരിക്കും. The water was cold and sharp but very refreshing. നല്ല ഉന്മേഷം തരുന്നൊരു വെള്ളം തന്നെയായിരുന്നു അത്. However, it seemed to have the effect of making him more thirsty. But the water have the effect of making the boy more thirsty. Thirsty means ദാഹം. പക്ഷെ അവൻ ഇതിങ്ങനെ കുടിക്കുന്തോറും എന്ത് തോന്നാണ്? വീണ്ടും വീണ്ടും അവന് ദാഹിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കാൻ അവനിങ്ങനെ തോന്നി. The sun was striking his side of the hill. That time the sun was striking his side of the hill. Striking means burn. അവിടെ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട് ആര്? നമ്മുടെ സൂര്യൻ. എന്ന് വെച്ചാൽ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. The sun was striking his side of the hill and the dusty path became hotter. And when the noon came, the dusty path became hotter. ആ പൊട്ടി പിടിച്ച് കിടക്കുന്ന വഴി എന്തായിട്ടുണ്ട്? ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. The stone scorching the boy's feet. Scorching means burn. Burn എന്ന് പറഞ്ഞാൽ ചൂടാക്കുക, കത്തിച്ചൊലിക്കുക. The stone scorching the boy's feet. ആ പാതയിലെ, അദ്ദേഹത്തിൻ്റെ വഴിയിൽ, അവൻ നടക്കുന്ന വഴിയിലെ കല്ലുകളൊക്കെ അവൻ്റെ കാൽപാദങ്ങളെ എന്താക്കുന്നുണ്ട്? ചുട്ടു പഴിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം ചൂടായിട്ടുണ്ട് എന്തൊക്കെ? ആ കല്ലുകളൊക്കെ. He was sure he had gone halfway. Anyway, our boy was very sure that he had gone halfway. Halfway means പകുതി ദൂരം. നമ്മുടെ ബോയ്ക്ക് ഉറപ്പായിരുന്നു എന്ത്? പകുതി ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. And he had walked for over an hour. ഒരു മണിക്കൂറിലധികമായിട്ട് ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബോയ്ക്ക് വളരെ ഷുവറാണ്. He was sure he had gone halfway and he had walked for over an hour. Presently, he saw another boy ahead of him, and suddenly he saw another boy ahead of him driving a few goats down the path. Suddenly, the boy saw another boy.
After seeing the woodcutter and the girl, the boy again saw another person. Who is that? A boy ahead of him. Ahead means മുന്നിൽ. അവൻ്റെ മുന്നിലായിട്ട്, അവൻ ഓടുന്നതിൻ്റെ ഓട്ടത്തിൽ ആ മുന്നിലായിട്ട് ആരെ കാണുന്നു? ഒരു ബോയിനെ കാണുന്നു, ഒരു ആൺകുട്ടിയെ കാണുന്നു. ഡ്രൈവിങ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദി പാത്സ്. ആ ഒരു വഴിയിൽ നിന്ന് താഴേക്ക് എന്തിനേയും തെളിച്ചു വരികയാണ്? കുറച്ച് ആടുകളെയും തെളിച്ച് വരുന്ന ഒരു ആൺകുട്ടിയെ ബോയ് കണ്ടു. How far is the river? As usual, the boy again asked the same question. How far is the river? He asked. അല്ലേ, എല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ ബോയ് വീണ്ടും ചോദിക്കുകയാണ്, പുഴയിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചു. The village boy smiled in a friendly way and said, "Oh, no far. Just around the next hill and straight down." The village boy smiled in a friendly way. വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് ആ ബോയ് എന്ത് ചെയ്തു എന്ന് ചിരിച്ചു. ആൻഡ് സെറ്റ്, എന്നിട്ട് പറയാണ്, "Oh no, not far. അധികം ദൂരമൊന്നുമില്ല. ജസ്റ്റ് അറൗണ്ട് ദി നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. അടുത്തതായി കാണുന്ന കുന്നിനെ ചുറ്റി ഒന്ന് നടക്കുക, എന്നിട്ടോ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ, നേരെ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ പുഴയായി എന്ന് ആര് പറഞ്ഞു കൊടുത്തു? ദ ബോയ് പറഞ്ഞു കൊടുത്തു. Not far, just around the next hill and straight down. The boy, feeling hungry, and unwrapped his loaf of bread and broke it in halves, offering one portion to the village boy. They sat on the hillside and ate in silence. The boy was feeling very hungry because he was weak. He had been walking over 1 hour. ഒരു മണിക്കൂറോളമായിട്ട് ആര് നടന്നുകൊണ്ടേയിരിക്കുകയാണ്? നമ്മുടെ ബോയ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ദി സൺ വാസ് ബേണിംഗ് ഹെവിലി. അല്ലേ, സൂര്യൻ നന്നായിട്ട് കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ദാറ്റ്സ് വൈ ഹി ഫീലിംഗ് ഹംഗ്രി. നമ്മുടെ ബോയ്ക്ക് എന്ത് തോന്നി? വിശപ്പ് തോന്നി. ഹി അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ്. അൺറാപ്പ് മീൻസ് പൊതി അഴിക്കുക, കെട്ടഴിക്കുക. ഹി അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്. താൻ എടുത്തിരുന്ന ബ്രെഡിൻ്റെ ആ കെട്ടഴിച്ചിട്ട് അവൻ അത് എന്ത് ചെയ്തു? രണ്ടായി മുറിച്ചു. എന്തിനാ രണ്ടായി മുറിച്ചത്? ഓഫറിങ് 1 portion ടു ദി വില്ലേജ് ബോയ്. ദ ബോയ് ഓഫർ 1 portion ടു ദി വില്ലേജ് ബോയ്. ആ കണ്ട വില്ലേജ് ബോയ്ക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു പകുതി കഷ്ണം അവൻ കൊടുത്തു. They sat on the hillside and ate in silence. The 2 boys sat on the hillside and ate in silence. Ate means eat. കഴിക്കുക എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഇത്. ate, കഴിച്ചു. അവർ ആ കുന്നിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ആ ഒരു ബ്രെഡിൻ്റെ കഷ്ണം കഴിച്ചു. When they had finished, they walked on together and began talking. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. But after some time, his companion had to diverge along another path, and the boy was once more on his own. When they had finished eating the bread, they walked on together and began talking. ആ ഒരു ബ്രെഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം they walked on, they continued their journey, they continued their walking. അവരുടെ നടത്തം തുടർന്നു. എങ്ങനെയാണ് തുടർന്നത്? continued their walking together. അവർ ഒരുമിച്ചാണ് പോകുന്നത്. and began talking. അവരിങ്ങനെ സംസാരിച്ചതിൻ്റെ മേലെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്? സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. The boy did not notice the smarting of his feet. Smarting എന്ന് പറഞ്ഞാൽ feeling pain, വേദന. The boy did not notice the smarting of his feet. തൻ്റെ കാലുകളുടെ വേദന ആര് ശ്രദ്ധിച്ചതേയില്ല? ബോയ് ശ്രദ്ധിച്ചതില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദി കമ്പനി ഓഫ് ദി വില്ലേജ് ബോയ്. ആ വില്ലേജ് ബോയുടെ കമ്പനി കാരണം. അല്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളോട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേദനകളൊക്കെ നമ്മൾ മറക്കും. അതേപോലെ ഇവൻ്റെ കാലിൻ്റെ വേദനയൊന്നും അറിഞ്ഞതുപോലുമില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ടോക്കിംഗ് വിത്ത് ദി വില്ലേജ് ബോയ്. ആൻഡ് ദി ഹീറ്റ് ഓഫ് ദി സൺ. ആ ഒരു സൂര്യൻ്റെ ചൂടും അവൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്. അവൻ നടന്ന ദൂരം എത്രയുണ്ട് എന്നുള്ളത് അവൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. ഇനിയും പോകാനുള്ള ദൂരത്തെക്കുറിച്ചും ആര് ചിന്തിക്കുന്നില്ല? നമ്മുടെ ബോയ് ചിന്തിക്കുന്നില്ല. ബിക്കോസ് ദ കമ്പനി ഓഫ് ദി വില്ലേജ് ബോയ്. But after some time, his companion means the friend. Who is the friend? Who is the companion here? Yes, the village boy. But after some time, his companion had to diverge along another path.
പക്ഷെ കുറച്ച് ദൂരം നടന്ന സമയത്ത് നമ്മുടെ വില്ലേജ് ബോയ്ക്ക് ഇനി എന്ത് ചെയ്യണം? ഡൈവേർജ് അലോങ് അനദർ പാത്ത്, മറ്റൊരു വഴിയിലേക്ക് ഡൈവേർജ്, തിരിഞ്ഞ് പോകണമായിരുന്നു. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ എലോൺ. നമ്മുടെ ബോയ് ഒരിക്കൽ കൂടി എന്തായി? ഒറ്റയ്ക്കായി. വില്ലേജ് ബോയുടെ വീട്ടിലേക്ക് പോയി. He missed the village boy. He could not be seen. His own home was also hidden from view by the side of the mountain. The river was not in sight either. He began to feel discouraged, and he was sorry he had finished the bread and he might want it later. He missed the village boy. After the village boy went, the boy missed him very much. ആ വില്ലേജ് ബോയ് പോയതിന് ശേഷം നമ്മുടെ ബോയ്ക്ക് അവൻ ഒരുപാട് മിസ് ചെയ്തു. അവൻ പോയല്ലോ എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടി. ഹി കുഡ് നോട്ട് ബി സീൻ. അവനെ കാണാൻ കഴിയുന്നില്ല, അവനെ കാണാനില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദി സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. ആൻഡ് ദ ബോയ്സ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദി സൈഡ് ഓഫ് ദി മൗണ്ടെയിൻ. ആ മൗണ്ടെയിൻ്റെ ഒരു വശം കാരണം ഇപ്പോൾ തൻ്റെ വീട് പോലും എന്ത് ചെയ്യുന്നില്ല? ദൂരെ കാണാൻ കഴിയുന്നില്ല. അത്രമാത്രം ദൂരേക്ക് ആര് സഞ്ചരിച്ചിട്ടുണ്ട്? ബോയ് സഞ്ചരിച്ചിട്ടുണ്ട്. The river was not in sight either. And also the river was not in sight either. മുന്നിലേക്ക് നോക്കുമ്പോൾ എന്തും കാണുന്നില്ല, പുഴയും കാണുന്നില്ല. He began to feel discouraged. പുറകിലേക്ക് നോക്കുമ്പോൾ തൻ്റെ വീടുമില്ല, മുന്നിലേക്ക് നോക്കുമ്പോൾ കുറേ ദൂരം നടന്നിട്ട് എന്തും കാണുന്നില്ല, പുഴയും കാണാതായപ്പോൾ he started to feel discouraged. Discouraged means ധൈര്യമില്ലാതെയായി തുടങ്ങി. അവന് മുന്നോട്ട് പോകാൻ ഒരു ധൈര്യക്കുറവ് പോലെ അങ്ങനെ തോന്നി. He was sorry he had finished the bread. He was very sad to think that he finished the bread. ആ ഒരു ബ്രെഡ് കഴിച്ച് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ അവൻ എന്തും തോന്നി? സങ്കടവും തോന്നി. He might want it later. ഒരു പക്ഷേ അവന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കാം? ആവശ്യം വന്നേക്കാം. കാരണം പുഴ കണ്ടിട്ട് തിരിച്ചെവിടേക്ക് തന്നെ വരാനുള്ളതാണ്, വീട്ടിലേക്ക് തന്നെ വരാനുള്ളതാണ്. അപ്പോഴേക്കും ഒന്നും കൂടി വിശക്കും അല്ലേ? അപ്പോൾ he might want it later. ഒരു പക്ഷെ അവനത് കുറച്ച് കഴിഞ്ഞാൽ വേണ്ടി വന്നേക്കാം. He was determined to see the river. He walked on along the hot, dusty, stony path, past mud huts and terraced fields, until there were no more fields or huts, only forest and sun and loneliness. Now there was no man or any sign of man's influence, only trees and rocks and bramble and flowers, only silence. But he began to feel discouraged. Even though he began to feel discouraged, he was determined to see the river. Determined means decided, തീരുമാനിച്ചുറപ്പിക്കുക. He was determined to see the river. നമ്മുടെ ബോയ് എന്തിന് തീരുമാനിച്ചിട്ടുണ്ട്? റിവർ കണ്ടിട്ടേ മടങ്ങൂ എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? സോ ഹി വാക്ക്ഡ് ഓൺ അലോങ് ദി ഹോട്ട്, ഡസ്റ്റി, സ്റ്റോണി പാത്ത്സ്. അതുകൊണ്ട് തന്നെ കല്ലുകൾ നിറഞ്ഞ, സ്റ്റോണി പാത്ത് മീൻസ് കല്ലുകൾ നിറഞ്ഞ, കല്ലും പൊടിയും ചൂടും ഒക്കെയുള്ള വഴികളിലൂടെ അവൻ അങ്ങനെ മുന്നിലേക്ക് തന്നെ നടന്നു. ആൻഡ് ഹി പാസ്ഡ് മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്. അഗെയിൻ ഹി പാസ്ഡ് മഡ് ഹട്ട്സ്. ഹട്ട് എന്ന് പറഞ്ഞാൽ കുടിൽ, മഡ് ഹട്ട് എന്ന് പറഞ്ഞാലോ, മഡ് എന്താ? ചളി അല്ലേ? മണ്ണ് കൊണ്ടുള്ള കുടിലുകളൊക്കെ, ഒരുപാട് മൺകുടിലുകളൊക്കെ അവൻ കടന്നുപോയി. അതൊക്കെ അവൻ കടന്നുപോയി. ആൻഡ് ടെറസ്ഡ് ഫീൽഡ്. ടെറസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ വേണ്ടി ഈ ഫീൽഡ്, പറമ്പൊക്കെ ഒരു തരം തട്ടായിട്ട് ചെയ്യൂലേ, അതിനെയാണ് ടെറസ്ഡ് ഫീൽഡ് എന്ന് പറയും. ഈ പൈനാപ്പിൾ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചില സ്ഥലങ്ങൾ റബ്ബറൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ തട്ടായിട്ട് ടെറസ് പോലെയാണ് എന്ത് ചെയ്യാറുള്ളത്, കൃഷി ഇടം ഒരുക്കാറുള്ളത്. അതിനെയാണ് ടെറസ്ഡ് ഫീൽഡ് എന്ന് പറയാം. അപ്പോൾ ഈ ബോയ് നടന്ന് കുറേ മൺകുടിലുകളും ടെറസ്ഡ് ഫീൽഡൊക്കെ കടന്ന് അങ്ങനെ പോയി. എവിടെ എത്തി? അണ്ടിൽ ദർ വേർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്. ഒരു കുടിലും ഒരു പാടവും പറമ്പും ഒന്നും കാണാത്ത അത്രയും ദൂരം നമ്മുടെ ബോയ് നടന്നു. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. ആൻഡ് നൗ ഹീ ക്യാൻ ഓൺലി സീ ദി ഫോറസ്റ്റ്, സൺ ആൻഡ് ലോൺലിനെസ്. ലോൺലിനെസ് മീൻസ് ഏകാന്തത. ഇപ്പം നമ്മുടെ ബോയ് എന്ത് മാത്രമേ കാണുന്നുള്ളൂ? കാടും സൂര്യനെയും അതുപോലെ ഏകാന്തത മാത്രമേ കാണുന്നുള്ളൂ, ഒരാളെ പോലും കാണുന്നില്ല. There was no man or any sign of man's influence. Now there was no. There was means അവിടെ ഉണ്ടായിരുന്നു. There was no, അവിടെ ഉണ്ടായിരുന്നില്ല. Now there was no man. ഇപ്പം അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല.
ആൻഡ് എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഇൻഫ്ലുവൻസ് മീൻസ് സ്വാധീനം അല്ലേ. ഒരു മനുഷ്യൻ്റെ അനക്കം പോലും അവിടെയൊന്നും, ഒരു സൂചന പോലും അവിടെ ഇല്ല. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്. ഓൺലി സൈലൻസ്. എന്തു മാത്രമേ ഉള്ളൂ ഇപ്പോൾ? ഓൺലി ട്രീസ്, കുറേ മരങ്ങൾ ഇങ്ങനെ കാണാം. റോക്സ്, പാറ കാണാം. ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്ബെറി പോലത്തെ ഒരു ചെടിക്കാണെന്തെന്ന് പറയുക ബ്രാമ്പിൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ ഫ്ലവേഴ്സ്. ഇത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. ഓൺലി സൈലൻസ്, ഒരു നിശബ്ദത മാത്രം. നിങ്ങളൊരു ഒരു കൊടും കാടിൻ്റെ നടുവിൽ അകപ്പെട്ടുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? അതേപോലെ ഒരു സൈലൻസ് മാത്രമേ ഉള്ളൂ. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദി സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഇറ്റ് വാസ് ദി സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദി അൺനോൺ ആൻഡ് ദി സൈലൻസ് ഓഫ് ഗോഡ്. ദ സൈലൻസ് വാസ് ഇംപ്രസീവ്. ഇംപ്രസീവ് മീൻസ് മാഗ്നിഫിസൻറ്റ്, അതിമനോഹരമായിരുന്നു, ആകർഷണീയമായിരുന്നു. എന്തെന്ന് പറയുന്നത്? ആ ഒരു നിശബ്ദത എന്ന് പറയുന്നത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. എന്നാൽ എന്തുവാണ്? ഫ്രൈറ്റനിങ്ങുമാണ്. എന്താ ഫ്രൈറ്റനിങ്? ഫിയർഫുൾ, പേടിപ്പെടുത്തുന്നത്. ആ ഒരു നിശബ്ദത ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ ചെറിയൊരു പേടിയും കൂടിയും ബോയ്ക്ക് വന്നു തുടങ്ങി. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദി സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. അതെന്തായിരുന്നു ആ ഒരു നിശബ്ദത? ആ കാടിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുമ്പോഴുള്ള നിശബ്ദത എന്ന് പറയുന്നത് എന്തിൽ നിന്നും വ്യത്യസ്തമാണ്? ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു തെരുവിൽ നിൽക്കുമ്പോഴുള്ള സൈലൻസിനേക്കാളും വ്യത്യസ്തമാണ്. കുറച്ച് ഫ്രൈറ്റനിങ് ആണ്. ഏത് സൈലൻസ് എന്ന് പറയുന്നത്? ഒരു കാടിന് നടുവിലുള്ള സൈലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദി സൈലൻസ് ഓഫ് സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശം, ശൂന്യത എന്നൊക്കെ പറയാം അല്ലേ. ശൂന്യതയുടെ ഒരു സൈലൻസ്. ഓഫ് ദി അൺനോൺ. അൺനോൺ മീൻസ് അജ്ഞത, അറിവില്ലായ്മ, അജ്ഞത. അജ്ഞതയുടെ ഒരു സൈലൻസ്. ആൻഡ് ദി സൈലൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിശബ്ദതയായിരുന്നു ഏതെന്ന് പറയുന്നത്? ആ കാടിനകത്ത് താൻ മാത്രമായ സമയത്ത് ബോയ്ക്ക് തോന്നിയ സൈലൻസ് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച സൈലൻസ് ആയിട്ടാണ് ബോയ്ക്ക് തോന്നിയത്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, the silence broke into sound. Then as the boy rounded a sharp bend, ഒരു വളവ് ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന സമയത്ത്, ഒരു കൊടും വളവ് ഇങ്ങനെ തിരിഞ്ഞ് വന്ന സമയത്ത് the silence broke into sound. പെട്ടെന്ന് ആ നിശബ്ദത എന്തായി? ഒരു സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറി, ഒരു ഒച്ചത്തിലേക്ക് അങ്ങോട്ട് വന്നു. എ സഡൻ റോറിങ് സൗണ്ട്. റോറിങ് മീൻസ് ഗർജിക്കുന്ന പോലത്തെ, അലറുന്ന പോലത്തെ സൗണ്ടിലേക്ക് ആ ഒരു നിശബ്ദത മാറി. എ സഡൻ റോറിങ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദി റിവർ. എന്തിൻ്റെ ശബ്ദമായിരുന്നു അത്? അവൻ ഇത്രയും നേരം തേടി വന്ന ആ ഒരു പുഴയുടെ സൗണ്ട് അവൻ കേൾക്കാൻ തുടങ്ങി. Far down in the valley the river tumbled over rocks. Far down in the valley, ആ ഒരു താഴ്വരയുടെ താഴ്ഭാഗത്തായിട്ട് എന്ത് കണ്ടു അവൻ? The river tumbled over rocks. Tumble means fall suddenly, ശക്തിയിൽ വന്ന് വീഴുക. ആ ഒരു പാറയുടെ മുകളിലൂടെ ശക്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റിവർ വാട്ടർ വന്ന് വീഴുന്നത്, ആ പുഴ വന്ന് വീഴുന്നതാണ് അവൻ കാണുന്നത്. ഇത് മനോഹരമായൊരു കാഴ്ചയായിരിക്കും അല്ലേ. The boy gasped and began to run. The boy gasped. Gasp means നെടുവീർപ്പിടുക. അതായത് കുറേ നേരമായിട്ട് തേടി വന്ന ആ ഒരു റിവർ കണ്ടപ്പോൾ ഒരു നെടുവീർപ്പ്, ഒരു സന്തോഷത്തിൻ്റെ ഒരു നെടുവീർപ്പ് അവനിട്ടു. The boy gasped and began to run. പുഴേനെ അങ്ങോട്ട് കണ്ടപ്പോൾ വീണ്ടും എന്തായി തുടങ്ങി? അതിന് നേരെ ഓടാൻ തുടങ്ങി. He slipped and stumbled. When he started to run, he slipped and stumbled, but still he ran. അവൻ ഓടിയ സമയത്ത് he slipped, അവൻ വഴുതിപ്പോയി, തെന്നിപ്പോയി. And stumbled. Stumbled means ബാലൻസ് നഷ്ടമാവുക, തെന്നുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ. സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ് മീൻസ് തെന്നി കുറേ വീഴാനൊക്കെ പോയി. ബട്ട് സ്റ്റിൽ ഹി റാൻ. എന്നിട്ടും അവൻ എന്ത് ചെയ്യുക ചെയ്തു? ഓടുക തന്നെ ചെയ്തു. Then he was ankle deep in the painfully cold mountain water, and then he dipped his legs in the water. Ankle deep. അവൻ്റെ ആങ്കിൾ എന്താണെന്ന് അറിയില്ലേ? കാലിൻ്റെ ഉപ്പൂറ്റി എന്നൊക്കെ പറയില്ലേ? ആ ഒരു ഭാഗം വരെ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുക്കി നിർത്തി. എങ്ങനത്തെ വെള്ളത്തിൽ? ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ. പെയിൻഫുള്ളി കോൾഡ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള ആ ഒരു മൗണ്ടെയിൻ വാട്ടറിൽ അവൻ്റെ കാല് ഇറക്കി നിർത്തി. ആൻഡ് ദി വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ.
and the water in that river was blue and white. നല്ല നീല വെള്ള നിറത്തിലുള്ള വെള്ളമായിരുന്നു ഏതെന്ന് പറയുന്നത് ആ ഒരു മൗണ്ടെയിൻ വാട്ടറിനുണ്ടായിരുന്നത്. ആൻഡ് വണ്ടർഫുൾ, അതുപോലെ എന്തുമായിരുന്നു, അതിമനോഹരം തന്നെയായിരുന്നു ആ ഒരു റിവർ വാട്ടർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. താങ്ക് യു.